ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും MSL Pro ഗെയിമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളോട് ഞാൻ ആദ്യം തന്നെ സോറി പറയുന്നത്. പറഞ്ഞാൽ നമ്മൾ കുറേ ദിവസങ്ങളായി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. പറഞ്ഞാൽ കുറേ പേര് എന്നോട് ചോദിച്ചു, ബ്രോ ഇപ്പോൾ സർവറില്ലേ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിഷമമായിട്ട്. പറഞ്ഞാൽ നിങ്ങളിങ്ങനെ ഈ സർവറില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ ഒന്നാമത് സർവറിൽ കളിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, ഒന്നാമത് SMB സർവറിലൊക്കെ. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി നമ്മളൊരു പുതിയ സർവർ ഇറക്കിയിട്ടുണ്ട്. ഈ സർവറിൻ്റെ പേരെന്തെന്ന് വെച്ച് പറഞ്ഞാൽ മെട്രിക്സ് MC എന്നാണ്, മെട്രിക്സ് നെറ്റ്വർക്ക് എന്ന് പറയും. അപ്പോൾ ഈ ഒരു സർവറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 24/7 ഓൺലൈൻ ആയിരിക്കും. പിന്നെ 1.21 ലേറ്റസ്റ്റ് എല്ലാ വർഷനും സപ്പോർട്ടാണ്. 1.26 ആയാലും എല്ലാം വർക്കിംഗ് ആണ്. ഞാനിപ്പോൾ 1.26 ആണ് വെർഷൻ, എനിക്കൊക്കെ അതിൽ വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കയറാവുന്നതാണ് കേട്ടോ. എന്നാലും എനിക്ക് ലേറ്റസ്റ്റ് വെർഷൻ 1.18 ആണ് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ലേറ്റസ്റ്റ് വെർഷനിൽ കളിക്കാൻ നോക്കുക. അപ്പോൾ എന്തായാലും ഏകദേശം എല്ലാ വെർഷനും സപ്പോർട്ടാണ്. പിന്നെ ഈ സർവറിൽ നിങ്ങൾക്ക് എല്ലാവരും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇവിടെ സർവൈവലുണ്ട്, ഇതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് സർവൈവൽ കയറാം. അപ്പോൾ നമ്മൾ എന്തായാലും സർവൈവൽ ജോയിൻ ചെയ്യുകയാണ്. നമുക്ക് കുറച്ചൊരു കളി കളിച്ചേക്കാം. ആദ്യം തന്നെ നമുക്ക് കിട്ടില്ല പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് സോഡും സ്റ്റാർട്ടറായിട്ടുള്ള പിക്കാക്സും അതേമാതിരി ആക്സും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് ചെറിയ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതവിടെ കിഡ്സ് പിന്നെ ഇവിടെ റാൻഡം TP ഇതിമാക്കിയാൽ നമുക്ക് വേറെ ഭാഗത്തേക്ക് TP ആകാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് വേറൊരു ഭാഗത്ത് TP ആവാം. ഏത് സ്ഥലത്തേക്ക് എത്തുമെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും വേറെ ഭാഗത്തോട്ട് നമ്മൾ TP ആകുന്നു. എവിടേക്ക് എത്തും നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ആരും വരാത്ത സ്ഥലമായിരിക്കാണ് എനിക്ക് തോന്നണേ. ആരും വന്നിട്ടില്ല തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ എന്തൊക്കെ റിസോഴ്സും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് നോക്കട്ടോ. ഓക്കെ, അങ്ങനെ എന്താ അറിയില്ല, നമ്മൾ ഈ വന്ന ഭാഗത്ത് കുറേ ഇഷ്ടം പോലെ കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കോളും കാര്യങ്ങളൊക്കെ എടുക്കാം. അതിൻ്റെ ഇടയിൽ ഒരാൾ നമ്മൾ മെൻഷൻ ചെയ്ത്, അതാണ് നമ്മൾ ഇതിൽ മെൻഷൻ എന്ന് കാണിക്കണേ. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം ഒരാളെ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വിട്ട് നമ്മളൊരു വീഡിയോ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കോബിൾ സ്റ്റോണൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് വേറെ ഭാഗത്തേക്ക് പോകണം. ഓക്കെ, ഇവിടെ ഇഷ്ടംപോലെ കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയാലോ, ഈ കോളൊക്കെ നമുക്ക് ഇപ്പോൾ കണ്ടെന്ന് വരില്ല. പറഞ്ഞാൽ ഈ കാണുമ്പോൾ നമ്മൾ ഇതൊക്കെ എടുക്കാൻ നോക്കുക മാക്സിമം. പറഞ്ഞാൽ ഈ അയൺ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് എടുക്കേണ്ട നമ്മൾ വിചാരിക്കും. പക്ഷേ നിങ്ങൾക്കറിയാലോ, പറഞ്ഞാൽ ഇത് പിന്നെ ആയിരിക്കും നമുക്ക് ആവശ്യം വരിക. അപ്പം നമുക്ക് എന്തായാലും ഇപ്പോൾ ഇവിടെ കാണുന്നൊക്കെ ഏകദേശം നമ്മൾ അയണും കാര്യങ്ങളൊക്കെ, അയണല്ല കോളും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി ഇവിടെ അയൺ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ഇങ്ങനെ പോയേക്കാം. അപ്പോൾ പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റാർട്ടർ ആകുമ്പോൾ നമ്മൾ എന്തായാലും മരം മുറിച്ചിട്ടാണ് തുടങ്ങാറ്. പക്ഷേ ഞാൻ അവിടെ കോളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ നേരെ അയക്കാണ് പോയത്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് മരവും കാര്യങ്ങളൊക്കെ മുറിച്ചൊന്ന് സെറ്റാക്കാം. ഏകദേശം ടൂൾസും കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. പക്ഷേ നമ്മളെടുത്ത് ഇപ്പോൾ ഏകദേശം സ്റ്റാർട്ടർ ടൂൾസൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് വലിയ ടൂൾസിൻ്റെ വലിയ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇവിടുത്തെ കരിമ്പൊക്കെ എടുക്കാം. നമുക്ക് ഇനി വേറെ സ്ഥലത്ത് പോകണം. ഇനി പറഞ്ഞാൽ ഒരു നല്ലൊരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നമുക്ക് സെറ്റാക്കാം. ഒരു ബേസ് പോലെ നമുക്ക് സെറ്റാക്കാൻ പറ്റുമോ അറിയില്ല, എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഒരു ബേസ് പോലെ സെറ്റാക്കുകയാണെങ്കിൽ ഏകദേശം ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൽ കൂടെ ഒക്കെ പോയി നോക്കാം. ഫ്രണ്ട്സ്, അവിടെ അയൺ കണ്ടു ഗൈസ്. അപ്പോൾ നമ്മൾ അയൺ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വേറെ ഏതെങ്കിലും അയൺ ഉണ്ടോ? ഓക്കെ, ഇവിടെ ഒന്നും അങ്ങനെ കാണുന്നില്ല. നമുക്ക് ഈ ഒരു ഭാഗത്ത് അയൺ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം എത്ര അയൺ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ഫുഡിനൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു അയണും കാര്യങ്ങളൊക്കെ എടുക്കാം. 1 2 3 4 5 6 കേസ് നമുക്ക് 6 അയൺ ഇട്ടിരിക്കുകയാണ്. സെറ്റ്. എന്നാലും നമ്മൾ അയണ് ആർമറൊക്കെ ആക്കാം. പക്ഷേ നമ്മൾ നോക്കട്ടെ, നമുക്ക് ഇന്ന് ആക്കാൻ പറ്റുകയാണെങ്കിൽ ആക്കാം. ഒന്നാമത് നമുക്ക് ആർമറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടറിൽ തന്നെ നമുക്ക് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ആർമർ വെറുതെ പോക്കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു പവർ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ആർമർ ഉണ്ടാക്കാം, അതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ കോളുണ്ട്. അപ്പോൾ നമ്മൾ കോളും കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മൾ കളക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വേറൊരു ഭാഗത്ത് ബേസ് അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് നമുക്കൊരു ബേസ് എങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. അങ്ങനെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എന്തായാലും ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു കേവ് കണ്ടിരിക്കുന്നുണ്ട്. ഈ കേവിൻ്റെ ഉള്ളിലോട്ട് പോയേക്കാം. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? എന്തായാലും കേവ് കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ അറിയാതെ കയറിയാവും. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ തിരിച്ചു വരലുണ്ടാവില്ല, അതൊരു കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിലേക്കൊന്ന് പോയേക്കാം. നമ്മളെ ആദ്യം തന്നെ നമുക്കൊന്ന് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടൊന്ന് സെറ്റാക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ സെറ്റാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ പോവുക, അതാണ് നടക്കുകയുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ടൂൾസും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കാം.
എന്തൊക്കെ പറഞ്ഞാൽ നമുക്കൊരു പിക്കാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. എപ്പോഴാണ് ഈ പിക്കാക്സ് പൊട്ടാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മളൊരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ കുറച്ച് ടോർച്ചും കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. എന്നാലും ടോർച്ച് നമുക്ക് ആവശ്യം വരുമല്ലോ. കുറച്ചുകൂടി ടോർച്ച് നമ്മൾ എടുക്കണം. ഒരു 64 നമുക്ക് എടുക്കാമെന്ന്. നമുക്കൊരു 64 എടുക്കാം. അപ്പോൾ 64 ടോർച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മളിത് പൊട്ടിച്ച് ഇതിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ്. ഇവിടെ അല്ല പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ തന്നെ മേലിൽ നിന്ന് അടിക്ക് ചാടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനെ കൊല്ലണം. ഇതിനെ കൊന്നിട്ട് എന്തായാലും വെയിലത്തേക്ക് വരുന്നില്ലല്ലോ, ഇതെന്തോന്ന് ചാവാത്ത്. അത് നമുക്ക് എന്തായാലും അടിച്ച് കൊല്ലാം. ഇതൊന്നും ചാവണില്ല, വെയിൽ കൊണ്ടിട്ട് ചാവണില്ല തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ്, നമുക്ക് എന്തായാലും ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം. അയൺ അയൺ കിട്ടി. നമുക്ക് എന്തായാലും അയണും കാര്യങ്ങളൊക്കെ എടുക്കാം. അവിടെ അയൺ കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ അയണും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം നമുക്ക് ഇവിടെ വീട് സെറ്റാക്കാൻ കഴിഞ്ഞില്ല. അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്ത് തന്നെ ആയിട്ട് നമ്മളൊരു ചെറിയൊരു ബേസ് പറയാൻ പറ്റില്ല, ഒരു ആദ്യം തന്നെ ഒരു ചെറിയൊരു വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒന്നാമത് ഇപ്പം ടീമില്ല എനിക്ക്. അപ്പോൾ നിങ്ങൾ ആർക്ക് ടീമാക്കാൻ പുതിൻ്റെ ടീമാക്കാം, നിങ്ങൾക്ക് ആർക്ക് ടീം ആവണം, അങ്ങനല്ലടേ, ആർക്കൊക്കെ ടീം ആക്കണം എന്നുണ്ടെങ്കിൽ എന്നെ കൂട്ടുക പ്ലീസ്. നമ്മൾ ഒറ്റക്കാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ടീം ആക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിലും കിട്ടില്ല ബേസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. എന്തായാലും നമ്മളൊരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ആക്കിയത്. നമുക്ക് കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇതിക്കിട്ട് കാരണം നമ്മൾ സ്റ്റോറേജ് ഫുള്ളാണ് ഏകദേശം, ഇൻവെൻട്രി. ഓക്കെ, അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ്, എന്തായാലും നമ്മളൊരു ഏകദേശം ഒരു ബേസ് പോലെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ആടിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറേ പോയിട്ടു. എന്നാലും ഒരു ആടിന് കണ്ടില്ല. പറഞ്ഞാൽ എന്താണാവോ ഇവിടെ ആടൊന്നും ഇല്ലേ. അപ്പോൾ ആടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ വിചാരിക്കണം. എന്തായാലും ഏകദേശം ഇതാണ് നമ്മളൊരു ബേസിൻ്റെ ഒരു ചെറിയൊരു സംഭവം. പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു ബേസ് ഉണ്ടാക്കിയിട്ടുള്ളൂ, ഫുള്ളായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എന്തായാലും നമുക്ക് ബാക്കി ഇനി വരുന്ന എപ്പിസോഡിലൊക്കെ നമുക്ക് പവറാക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.